ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളോട് വിപ്രോ റിക്രൂട്ട്മെന്റ് 2025 ആ ഒരു വേക്കൻസിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഓൺലൈനിലായിട്ട് എങ്ങനെ അത് അപേക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ അപേക്ഷാ പ്രക്രിയ എന്തൊക്കെയാണ്, തീയതികൾ ഏതൊക്കെയാണ്, അപേക്ഷാ ഫീസ് എന്താണ്, പ്രായപരിധി എന്താണ്, തിരഞ്ഞെടുക്കൽ പ്രക്രിയ എങ്ങനെയാണ്, പരീക്ഷ പാറ്റേൺ എങ്ങനെയാണ്, കട്ട് ഓഫ് യോഗ്യത, ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിൽ തുടങ്ങിയ എല്ലാ വിവരങ്ങളും നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ്. വിപ്രോ കമ്പനിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആൾ ഓവർ വേൾഡിലെ ഒരു വലിയ റെപ്യൂട്ടഡ് കമ്പനിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇന്ത്യയിലേക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് അപ്പ് കൺട്രി, അതായത് നമ്മൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് അപേക്ഷിക്കും. ഓവർസീസ് ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷ ചെയ്യണമെങ്കിൽ അതും അപേക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള ഒരുപാട് വേക്കൻസികൾ ഈ വിപ്രോ കമ്പനിയിൽ വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന വേക്കൻസികളിൽ കൂടുതലും ഇത് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ളതാണ്. തമിഴ്നാട് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ളത്, ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ളത്, അത് കണക്ക് തന്നെ ഹൈദരാബാദ്, നമ്മുടെ സൗത്ത് ഡിവിഷനിൽ സൗത്ത് റേഞ്ചിൽ വരുന്ന വേക്കൻസികളാണ് കൂടുതലും. അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, ഇതിനകത്ത് 10ഉം 12നും വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കാവുന്നവരുടെ വേക്കൻസി ഞാൻ കണ്ടില്ല. നിങ്ങൾ സെർച്ച് ചെയ്യുക. ഈ ഒരു സെർച്ചിൽ വിപ്രോ എനിക്ക് തോന്നുന്ന കാണും, തീർച്ചയായിട്ടും കാണും. ഞാൻ അതൊക്കെ സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവും. അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാനത് സെർച്ച് ചെയ്തില്ല. ഒരു 10ഉം 12ഉം ഉള്ളവർക്ക് ഉള്ള ഒരു വേക്കൻസി ഞാൻ ഇതിനകത്ത് കണ്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ കാണുമായിരിക്കും. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് 10 തൊട്ടുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുമെന്ന. പക്ഷെ എനിക്കറിയത്തില്ല, അത് നിങ്ങൾക്കായിരിക്കും കൂടുതൽ, നിങ്ങൾക്കായിരിക്കും എന്നെക്കാട്ടി അറിവ് കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം. അത് കണക്ക് തന്നെ ഇതിനകത്ത് ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. നിങ്ങൾക്ക് എക്സാം ഇല്ല. ഡയറക്റ്റ് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച്, നിങ്ങളുടെ CV അനുസരിച്ചുള്ള അപ്പോയിന്റ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വിപ്രോ കമ്പനിയെ പറ്റി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരിക്കൽ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ജോബ് സെറ്റിലാവും. നിങ്ങൾക്ക് ഇന്ത്യയിലും അപേക്ഷിക്കാൻ, ഇന്ത്യക്ക് പുറത്ത് എവിടെങ്കിലും രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് US വേക്കൻസി ഉണ്ട്, ജർമ്മനിയിലെ വേക്കൻസി ഉണ്ട്, അങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ജോബ് സീക്കർ ആണെങ്കിൽ, നിങ്ങൾ ജോബ് അന്വേഷിക്കുന്നയാളാണെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെ പാസ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് എടുക്കേണ്ട കാര്യം വളരെ അത്യന്താപേക്ഷിതമാണ്. അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഈ പുറത്തോട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടല്ല പാസ്പോർട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് മർച്ചന്റ് നേവിയിൽ ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം. അത് കണക്ക് തന്നെ എയർപോർട്സിൽ നേവി, ഇൻഡിഗോ എയർലൈൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ എയർലൈൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പാസ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പൊ നിങ്ങൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുക. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ഞാൻ ഇട്ടാൽ ഉടൻ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ എത്തുകയും നിങ്ങൾക്ക് അതിന്റെ ആ വേക്കൻസിയെ പറ്റി അറിയുവാൻ സാധിക്കും. അത് കണക്ക് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. വിപ്രോ ജോബ് വേക്കൻസി 2025 അപ്ലൈ ഓൺലൈൻ. ഇതിനകത്ത് ഫ്രഷറിന് അപേക്ഷിക്കാൻ പറ്റും. വേക്കൻസി വിപ്രോ ന്യൂ വേക്കൻസി 2025. ഓർഗനൈസേഷൻ വിപ്രോ പോസ്റ്റ് മൾട്ടിപ്പിൾ പോസ്റ്റ് ആണ്, ഒരുപാട് പോസ്റ്റാണ്. അതുകൊണ്ട് ഇവിടെ എഴുതുന്നില്ല. ടോട്ടൽ പോസ്റ്റ് മൾട്ടിപ്പിൾ ആണ്. അപ്ലൈ മോഡ് ഓൺലൈൻ ആണ്. ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, സ്റ്റേറ്റിലായിക്കോട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ കൂടുതൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വേക്കൻസി ഞാൻ കണ്ടില്ല. പക്ഷെ ചെന്നൈയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. അങ്ങനെ നമ്മുടെ സൗത്ത് റീജിയനിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട്. അതും ഗ്രാജുവേറ്റിന് മേളിലുള്ളവർക്ക്, ഗ്രാജുവേറ്റ് തൊട്ടുള്ളവർക്ക് പറ്റിയ നല്ല വേക്കൻസികളാണ് വിപ്രോ കമ്പനിയിൽ. ഒരു വട്ടം നിങ്ങൾ വിപ്രോയിൽ ജോയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ലൈവ് സെറ്റിലാണ്, നിങ്ങൾക്ക് പുറകോട്ട് നോക്കേണ്ട കാര്യമില്ല. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സാലറിയാണ്. ഓരോ ജോബും അനുസരിച്ച് ഇതിന്റെ സാലറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ ഒരു ആവറേജ് ഏറ്റവും കുറഞ്ഞ സാലറി എന്ന് പറയുന്നത് 28,000 അപ്രോക്സിമേറ്റ് ആണ് മന്ത്ലി സാലറി എന്ന് പറയുന്നത്.
വിപ്രോ റിക്രൂട്ട്മെന്റ് 20-25 ഏജ് ലിമിറ്റ് 18 വയസ്സായവർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കണക്ക് തന്നെ മാക്സിമം ഏജ് അവർ പറയുന്നത് 50 വയസ്സാണ്. നോട്ടിഫിക്കേഷനിൽ പറയുന്ന 50 വയസ്സ് ഏജിലുള്ളവർക്ക് ഇതിനകത്ത് മാക്സിമം ഏജ് ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, PWD ആയിക്കോട്ടെ, ഇതിനകത്ത് ആർക്കും ഒരു ഫീസും ഇല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഈ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ എക്സാം എന്ന് പറയുന്നതില്ല, ഡയറക്റ്റ് സെലക്ഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി വന്നാൽ നിങ്ങളെ ഫൈനലായിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വിളിച്ചാൽ നിങ്ങൾക്ക് ചെന്നൈയിൽ പോകേണ്ടി വരും, ഹൈദരാബാദിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോകേണ്ടി വരും. ഈ 3 സ്ഥലങ്ങളിലല്ലാതെ നിങ്ങൾക്ക് പോകേണ്ടി വരത്തില്ല. കാര്യം ആ ഒരു റീജിയനിലെ നിങ്ങൾ വേക്കൻസി നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അതെങ്ങനെയാണ് ആ ഒരു റീജിയനിലെ വേക്കൻസി തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ കാണിക്കാം. അപ്പോഴത്തേക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് candidate should have passed 10th, 12th, graduated from recognized board or university or institute. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുക. ഞാൻ പക്ഷേ ഈ 10th, 12th കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നില്ല. ഗ്രാജുവേറ്റ് തൊട്ടുള്ളവർക്ക് ഇതിനകത്ത് ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്. ഞാൻ അതേ കണ്ടോളൂ. അതുകൊണ്ടാണ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഒരുപക്ഷെ 10th, 12th വേക്കൻസി അതിനകത്ത് ഉണ്ടായിരിക്കും. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, ആധാർ കാർഡ് വേണം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ ഏജ് പ്രൂഫ് 10ലെ സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആൾറെഡി ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, മാർച്ച് 1-ാം തീയതിയിലെ വേക്കൻസിയാണ് മൊത്തം ഇതിനകത്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ വേക്കൻസിയും അങ്ങനെ അത് ഇന്ത്യയിലുള്ളതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ളതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസിയാണ്. പക്ഷെ എന്നാണ് അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് അവർ പറയുന്നില്ല. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആസ് സൂൺ ആസ് പോസിബിൾ ആണ്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ലിങ്ക് തന്നിട്ടുണ്ട്. 2 തരത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇതിനകത്ത് ഈ വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 തരത്തിലുള്ള വേക്കൻസി ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഇത് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് ഫ്രം ഓഫീസ്, ഇങ്ങനെ 2 തരത്തിലുള്ള ജോബാണ്. അത് ജോബിന്റെ ആ ഒരു ജോബ് നിങ്ങൾ ഏത് ജോബാണ് സെലക്ട് ചെയ്യുന്നത് ആ ജോബിന്റെ ഒരു പരിസ്ഥിതി അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിരിക്കും നിങ്ങൾ ഇത് വർക്ക് ഫ്രം ഹോം ആണോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഓഫീസ് ആണോ എന്നുള്ളത്. അത് കണക്ക് തന്നെ ലിങ്ക് നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് ലിങ്ക് ഇതിനകത്ത് ചെയ്യാം. ഒന്ന് അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നിടത്ത് ഈ ലിങ്ക് ഞാൻ ഈ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് വിപ്രോ കാരിയർ എന്ന് മാത്രം എഴുതിയാൽ മതി. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അവരുടെ വെബ്സൈറ്റിലോട്ട് പോകും. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോമിൽ ഇത് എന്റർ ചെയ്ത്, അപ്പൊ ഗൂഗിൾ ക്രോമിൽ എൻ്റർ ചെയ്തപ്പോൾ Naukari.com വെബ്സൈറ്റിലാണ്. നിങ്ങൾക്ക് Naukari.com നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. Naukari.com പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. Naukari.com പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. വളരെ നല്ല ഒരു ജോബ് സീക്കിംഗ് വെബ്സൈറ്റ് ആണ് ഇവരുടെ. ആൾ ഓവർ വേൾഡിലുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് Naukari.com വേക്കൻസി വരുമ്പോൾ ആ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇവിടെ ഓരോ വേക്കൻസി ഉണ്ട്. വിപ്രോ ഹയറിംഗ് ഫ്രഷർ, ചെന്നൈ നൈറ്റ് ഷിഫ്റ്റിന്റെ ഉണ്ട്, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. എവിടാണെന്ന് ഇതിനകത്ത് പറയുന്നില്ല. ചെന്നൈ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്ന, ചെന്നൈ ആണ്. ഇനി കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. ഇനി നിങ്ങൾ Naukari.com അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഇതിന് മുന്നേ നിങ്ങൾ Naukari.com നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂസർ നെയിം പാസ്വേഡും കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഈ അപ്ലൈ ലോഗിൻ ഒന്നോ ഇവിടെ വന്ന് ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിം കൊടുത്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അല്ല നിങ്ങൾ ഇതിനകത്തൂടെ അപേക്ഷിക്കുന്നില്ല, നിങ്ങൾക്ക് വിപ്രോ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ അതിന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിനകത്ത് വിപ്രോ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എടുക്കല്ലേ, ഇയർലി കാരിയേഴ്സ് എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ എടുക്കണം. സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നിങ്ങളെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെബ്സൈറ്റിൽ തിരിച്ചു ചെന്നിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കണം. വിപ്രോയെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അത് കണക്ക് തന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ സെർച്ച് ബൈ സ്കിൽ ഓർ കീവേഡ്
സെർച്ച് ബൈ കൺട്രി എന്നുള്ളിടത്ത് ഒന്നും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട. നിങ്ങൾ ഇവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്. മുംബൈയുടെ വേക്കൻസിയുടെ അഡ്മിനിസ്ട്രേറ്റർ കോൺട്രാക്ട് ഇതിന്റെ പറയുന്നുണ്ട്. അത് കോൺട്രാക്ട് ആണ്. മുംബൈയിലുണ്ട്. ഡേറ്റ സെക്യൂരിറ്റി ഓപ്പറേഷൻ ലീഡ് ബാംഗ്ലൂരിലുണ്ട്. ഈ സെക്കൻഡ് വരുന്ന, തേർഡ് വരുന്ന ബാംഗ്ലൂരാണ്. ഫോർത്ത് വരുന്ന ബാംഗ്ലൂരാണ്. അഡ്മിനിസ്ട്രേറ്റർ കോൺട്രാക്റ്റിലാണ്. അഡ്മിനിസ്ട്രേറ്റർ 3L3 ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്. ഇവിടെ ബാംഗ്ലൂർ, പൂനെ, മുംബൈ, പൂനെ, ഹൈദരാബാദ്, ബാംഗ്ലൂര്, ചെന്നൈ. ഞാനിപ്പോ ഇതിനകത്ത് ഒരു ചെന്നൈയിലുള്ള വേക്കൻസി, നമുക്കല്ലെങ്കിൽ ചെന്നൈയിലുള്ള ഒരു വേക്കൻസി ഞാനൊന്ന് തുറക്കുകയാണ്. എങ്ങനെയാ നിങ്ങളെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. ഇവിടെ ചെന്നൈയിലുള്ള ആ വേക്കൻസിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇവർ ഈ ജോബിനെ പറ്റി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഏതാണ് ജോബിന്റെ ആ പ്രൊവിഷൻ, എന്താണ് ജോബ് പ്രൊഫൈൽ, എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കുക. നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന പെർഫോമൻസ് പാരാമീറ്റർ എന്താണ്, ഇതനുസരിച്ച് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നിട്ടുണ്ട്. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കാര്യം ചോദിക്കുന്നുണ്ട്. ഒന്ന് അപ്ലൈ നൗ ഉണ്ട്, സ്റ്റാർട്ട് അപ്ലൈ വിത്ത് ലിങ്ക്. നമുക്ക് അപ്ലൈ നൗവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ലോഗിൻ ആകാനായിട്ട് ആ വെബ്സൈറ്റിലേക്ക് വരുവാൻ ഒരു സ്വല്പം സമയമെടുക്കും. അപ്പം ഇവിടെ നിങ്ങളുടെ ഈ വിപ്രോയിൽ നിങ്ങൾ നേരത്തെ വേക്കൻസി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ പുതിയ അക്കൗണ്ട് നോട്ട് എ രജിസ്റ്റേർഡ് യൂസർ യെറ്റ്, ഇതുവരെ നിങ്ങളൊരു രജിസ്റ്റേർഡ് യൂസർ അല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേണ്ട ഈ കാര്യങ്ങളെല്ലാം ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. രണ്ടാമതൊന്നുകൂടി ഇമെയിൽ അഡ്രസ്സ് അടിക്കണം. പിന്നെ വീണ്ടും ചൂസ് പാസ്വേഡ് കൊടുക്കണം. പിന്നെ റീടൈപ്പ് പാസ്വേഡ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കൺട്രി, റീജൻ കോഡ് ഇവിടെ ഇന്ത്യയുടെ എടുക്കണം. അതുകൂടാതെ ഫോൺ നമ്പർ നിങ്ങളുടെ കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം, റീജിയൻ റെസിഡൻസ് ഏതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യണം. ഈ രണ്ടെണ്ണം ക്ലിക്ക് ചെയ്തിരിക്കുക. അത് ബൈ ഡിഫാൾട്ട് ക്ലിക്കാണ്. അത് കഴിഞ്ഞ് ക്രിയേറ്റ് അക്കൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അവിടുന്ന് നിങ്ങൾക്ക് പർട്ടിക്കുലർ ജോബിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും വിപ്രോ നല്ലൊരു കമ്പനിയാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക. അത് കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു. താങ്ക് യു.